ഹലോ, വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിക്കൽ വ്യൂ ഓഫ് ട്രൈബൽ ലാൻഡ് ഏലിയനേഷൻ ഇൻ കേരള. ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് ഡോക്ടർ നിതീഷ് കുമാർ KP ആണ്. സോ 21st സെഞ്ച്വറി എന്ന് പറയുന്നത് ഒരു വേൾഡ് ഓഫ് പ്രോഗ്രസ് ആണ്. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും റാപ്പിഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു കൺട്രിയാണ്. സോ എത്രയൊക്കെ ഡെവലപ്പ് ചെയ്താൽ പോലും ചില സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഒന്നും അങ്ങനെ ഡെവലപ്പ് ആവാണ്ട് നിൽപ്പുണ്ട്. കേരളത്തിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്യുന്ന മേജർ പ്രോബ്ലംസ് ആണ് ഇല്ലിറ്ററസി, ഹെൽത്ത് ഇഷ്യൂ, ലാൻഡ്ലെസ്നെസ്, ആൽക്കഹോളിസം, യൂസ് ഓഫ് ഡ്രഗ്സ്, അൺഎംപ്ലോയ്മെൻറ്റ്, മാർജിനലൈസേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, പോവേർട്ടി. സോ ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് ലാൻഡ് ഏലിയനേഷൻ അല്ലെങ്കിൽ ലാൻഡ്ലെസ്നെസ് എന്ന് പറയുന്ന കാര്യം. സോ ഇത് പ്രീ കൊളോണിയൽ എറ മുതലേ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ലാൻഡ് ഏലിയനേഷൻ എന്ന് പറയുന്ന ഒരു സഡൻ ആയിട്ടുള്ള ഫിനോമിന അല്ല, പണ്ട് കാലം മുതലേ അവർ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ ഈ ട്രൈബൽ സിറ്റിസൻസ് ഒരുപാട് സ്ട്രഗിൾസൊക്കെ നടത്തിയിട്ടുണ്ട്. ആൻഡ് അത് കാരണം ഇവരെ പല പല സ്ഥലത്തോട്ട് റീസെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഈ ട്രൈബൽസിനെ അവരുടെ ലാൻഡിൽ നിന്നും ഏലിയനേറ്റ് ചെയ്യാൻ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. സോ ഇത് പ്രീ കൊളോണിയൽ പീരീഡിൽ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണെങ്കിലും ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ഇത് കൂടിയത്. ഒരുപാട് ലാൻഡ് പ്രൊട്ടക്ഷൻ ലോസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ കൺട്രോൾ മെക്കാനിസംസ്, ഫോറസ്റ്റ് ലോസ്, ഗവൺമെൻറ് ഡയറക്റ്റീവ്സ്, അതുപോലെ കോർട്ട് ഓർഡേഴ്സും ഗൈഡ് ലൈൻസൊക്കെ ഉണ്ടായിരുന്നു ട്രൈബൽസിനെ അവരുടെ ലാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാൻഡ് ഏലിയനേഷൻ ഇത് പ്രീ കൊളോണിയൽ ഇറയിലുള്ള ലാൻഡ് ഏലിയനേഷൻ. സോ ഈ പ്രീ കൊളോണിയൽ ഇറയെ 2 സിഗ്നിഫിക്കൻറ്റ് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് ട്രൈബൽ ഗ്രൂപ്പ് അവരുടെ ആൻസെസ്ട്രൽ ട്രഡീഷൻസ് അനുസരിച്ച് ഒരു കമ്മ്യൂണൽ ലൈഫ് ലീഡ് ചെയ്ത ഒരു ടൈം. ആ ഒരു സമയത്ത് ലാൻഡ് ആർക്കും തന്നെ ബിലോങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറയുമ്പോൾ ആർക്ക് വേണോ എവിടെ വേണോ സെറ്റിലാവാം, എവിടെ വേണോ എന്ത് വേണോ ചെയ്യാം, ആ ഒരു രീതിയായിരുന്നു. ആൻഡ് ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ഫോറസ്റ്റിനെയാണ് അവരുടെ സർവൈവലിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തത്. ട്രൈബ്സ് ആയിട്ടുള്ള കുറുമർ, കുറിച്ചിയർ, അതുപോലെ മലയരയർ, ഇവരെന്നൊക്കെ പറയുന്നത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിരുന്നവരാണ്. ഇവർ ഫോളോ ചെയ്ത ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ഓഫ് ഷെയറിങ് എന്നതാണ്. സോ അവരുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ ആദ്യമേ ഞാൻ 2 പീരീഡ് ഉണ്ടെന്ന് പറഞ്ഞില്ല. സെക്കൻഡ് പീരീഡിൽ വരുന്നത് ലോക്കൽ കിങ്സ് ട്രൈബൽസിനെ അറ്റാക്ക് ചെയ്ത ടൈമാണ്. സോ ഇവരെ അറ്റാക്ക് ചെയ്തിട്ട് ഇവരെ റൂൾ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഈ ഒരു ലാൻഡിനെ ഹൈ കാസ്റ്റ് നായേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു. അവർക്ക് ആ ഒരു ലാൻഡ് നോക്കാനുള്ള ഒരു ചാർജ് കൊടുത്തു. അവർ ഈ ഒരു ലാൻഡിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു. പല പല പാർട്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ജന്മീസിനെ കൊണ്ട് അവിടുന്ന് ടാക്സൊക്കെ കളക്ട് ചെയ്യിപ്പിച്ചു. അതുപോലെ ഈ ലാൻഡിനെ ദേവസ്വം ലാൻഡ്, അതുപോലെ ജന്മന ലാൻഡ് എന്ന് പറഞ്ഞൊക്കെ ഡിവൈഡ് ചെയ്തു. ഈ ജന്മീസിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന ലാൻഡൊക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് ലാൻഡ് യൂസ് പോളിസീസിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, കുഴിക്കണം, മുൻപട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് നായേഴ്സ് ആ ഒരു ലാൻഡിൻ്റെ ഓണേഴ്സായിട്ട് മാറിയത്. അതുപോലെ ആ ഒരു സൊസൈറ്റിയിലെ ലോ സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാർ ലേബറേഴ്സ് അല്ലെങ്കിൽ ടെനൻസ് ആയിട്ട് മാറി. അതുപോലെ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടായിരുന്നു. സോ ഈ സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത് വേഴ്സ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇൻഹ്യൂമാനിറ്റി എന്നാണ് പറയുന്നത്. പണിയ ആൻഡ് അടിയ സെക്ഷൻസ് ഓഫ് ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ ഈ വയനാട്ടിൽ വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ജന്മി സിസ്റ്റമാണ് ഈ ഒരു ട്രൈബൽ ലാൻഡ് ഏലിയനേഷൻ്റെ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്. അണ്ടർ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ കീഴിൽ എങ്ങനെയായിരുന്നു നോക്കാം. The princely states in Kerala in those days reacted to such changes in a rather unjust manner. സോ ഈ ഒരു കേരളയിലുണ്ടായിരുന്ന ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഒന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇതിന് എതിരെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിലുള്ള പുണ്യാർ റോയൽ ഡൈനാസ്റ്റി അവർ ഫോറസ്റ്റ് ലാൻഡിനെ ജോൺ ഡാനിയൽ മുൺറോ എന്ന് പറയുന്ന ആൾക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രൈബൽസിൻ്റെ റൈറ്റ്സിനെ ഒന്നും കൺസിഡർ ചെയ്യാണ്ട്. ഈ ഒരു കാര്യം വീണ്ടും വേഴ്സാക്കാൻ വേണ്ടിയിട്ട് ഈ തിരുവിതാംകൂർ അതോറിറ്റീസ് 1911 റെസൊല്യൂഷൻ പാസ് ചെയ്തു. ട്രൈബൽസിന് ഫോറസ്റ്റിൻ്റെ മേലെ ഒരു അധികാരവും ഇല്ല എന്നുള്ളൊരു റെസൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സിന് ഈ ട്രൈബൽ ഏരിയാസൊക്കെ പിടിച്ചടക്കാൻ ഈസിയായി.
അതുകൊണ്ട് തന്നെ ഈ തിരുവിതാംകൂറിൽ 21 ലാർജ് സ്കെയിൽ പ്ലാന്റേഷൻ കമ്പനീസ് വന്നു 1943ക്കും 1944നും ഇടയ്ക്ക്. അതിലുള്ള കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഉള്ളതായിരുന്നു പിയേഴ്സ്, ലക്സ്ലി, അതുപോലെ കണ്ണൻ ദേവൻ, കോമൺവെൽത്ത് എന്നൊക്കെ പറയുന്നത്. ഏലം ഡിപ്പാർട്ട്മെൻറ്റ് 1823 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ദി ട്രാവൻകൂർ പ്ലാന്റിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ കമ്പനി ബോട്ട് അണ്ടർ ദ കൺട്രോൾ ദി ഇടുക്കി റീജിയൻ ഓഫ് കേരള. ആ ഒരു ഇടുക്കി റീജിയൻ ഇവരുടെ കൺട്രോളിലായിട്ട് മാറി. അതുപോലെ തന്നെ ഈ ട്രൈബൽ ലാൻഡ് തമിലിയൻസ് വന്ന് കുടിയേറാൻ തുടങ്ങി. അപ്പോൾ 1905 85% ഉണ്ടായിരുന്ന ഫോറസ്റ്റ് 1973 ആയപ്പോഴത്തേക്ക് 34% ആയിട്ട് റെഡ്യൂസായി. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും തന്നെ വന്നിട്ടില്ല. ഈ ഒരുപാട് ലോബീസ് വന്നിട്ട് ഈ ഒരു ഗവൺമെൻറ് ഓൺ ചെയ്ത ലാൻഡൊക്കെ അവർ കൈയടക്കി അവിടെ കുടിയേറി അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. സോ അങ്ങനത്തെ ലാൻഡൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാട് അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ കുടിയേറിയ ആൾക്കാരുടെ ആ ഒരു പൊളിറ്റിക്കൽ പവറൊക്കെ കൊണ്ടിട്ട് ആ ഒരു കാര്യം പിന്നെ സംഭവിച്ചിട്ടൊന്നുമില്ല. അടുത്ത ടോപ്പിക്ക് ഫോറസ്റ്റ് ലോസ് ആൻഡ് ട്രൈബൽ ലാൻഡ്. സോ ട്രൈബൽസിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ലൈഫ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം ഫോറസ്റ്റ് ലോസ് ആണ്. സോ ഫോറസ്റ്റ് ആക്ട് ഓഫ് 1927 ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് തന്നെ ഈ ഫോറസ്റ്റിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു. അതുപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഓഫ് 1961 എന്ന് പറയുന്നത് ഇന്ത്യൻ വേർഷൻ ഓഫ് ബ്രിട്ടീഷ് ഫോറസ്റ്റ് ആക്ട് ആണെന്നാണ് പറയുന്നത്. സോ ആ ഒരു ആക്ട് അനുസരിച്ച് പ്രൈവറ്റ് കോർപ്പറേഷൻസിന് ഫോറസ്റ്റ് ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. റെക്കോർഡ്സ് അനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന ലാൻഡ് എന്ന് പറയുന്നത് 3269 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. അതിൽ 1881 സ്ക്വയർ കിലോമീറ്റർ ഡെൻസ് ഫോറസ്റ്റ് ആയിരുന്നു. 250 സ്ക്വയർ കിലോമീറ്റർ കാർഡമം പ്ലാന്റേഷനും 476 സ്ക്വയർ കിലോമീറ്റർ ഈ ഇൻഡിവിജ്വൽസും പ്രൈവറ്റ് കോർപ്പറേഷൻസും ലീസ് ചെയ്ത് പോയ ലാൻഡായിരുന്നു. അതുപോലെ 336 സ്ക്വയർ കിലോമീറ്റർ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി ഓക്കുപ്പൈ ചെയ്തതാണ്. സോ ഇത്രയും ഇതിൽ വരുമ്പോഴത്തേക്ക് ട്രൈബൽസ് ഇൻഹാബിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ജസ്റ്റ് 289 സ്ക്വയർ കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാക്കാം ഈ ഫോറസ്റ്റിൻ്റെ റിയൽ പ്രൊട്ടക്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ലാൻഡിൻ്റെ റിയൽ പ്രൊട്ടക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രൈബൽസ് ആണ്. അവർ ആകെപ്പാടെ ആ ഒരു ടോട്ടൽ ഫോറസ്റ്റ് ഏരിയയുടെ 1/4 കുറവ് ലാൻഡേ അവർ ഓക്കുപ്പൈ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഈ ഫോറിൻ പവേഴ്സിനെതിരായിട്ട് ഭയങ്കരമായിട്ട് ത്രെട്ടൊക്കെ പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ബ്രിട്ടീഷുകാർ എന്തൊക്കെ ചെയ്തിട്ടും ഈ ട്രൈബൽസിനെ ട്രിക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അവരുടെ ഇംഗ്ലീഷ് കേട്ട് ട്രൈബൽസ് പേടിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ട്രൈബൽസ് അവരുടെ ലിമിറ്റഡ് മീൻസും റിസോഴ്സസും ഒക്കെ വെച്ചിട്ട് ബ്രിട്ടീഷിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഈ ശാന്തൽ റിബല്യൻ എന്ന് പറയുന്നൊരു സംഭവം നടന്നിട്ടുണ്ട്. സോ അതിനെപ്പറ്റി ബ്രിട്ടീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. They do not have the heart to turn back and run away. They do not know to wave a white flag. Had they known how to use guns, the history of India would have been different. സോ അവർ ഈ ട്രൈബൽസ് എന്ന് പറയുന്നത് അവരെ ഒരിക്കലും തിരിഞ്ഞു പോവുകയോ ഒന്ന് പേടിച്ച് തിരിഞ്ഞു പോകുന്ന ആൾക്കാരൊന്നുമല്ല. അതുപോലെ ഇവർക്ക് ഗൺസ് യൂസ് ചെയ്യാനുള്ളൊരു പവർ അറിയാമായിരുന്നെന്നുണ്ടെങ്കിൽ അവർ ഇന്ത്യയുടെ ഹിസ്റ്ററി തന്നെ മാറി മറിഞ്ഞേനെ എന്നാണ് ബ്രിട്ടീഷുകാർ പറയുന്നത്. അതുപോലെ വേറെ കുറച്ച് റിബല്യൻസിൻ്റെ പേരുകളും പറയുന്നുണ്ട്. സോ ഈ ട്രൈബൽസിൻ്റെ പവർ മനസ്സിലാക്കി ബ്രിട്ടീഷിന് മനസ്സിലായി ഈ ട്രൈബൽസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയെങ്കിലും ചതിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ട്രൈബൽ ഏരിയാസൊക്കെ അവർ ചതിയിലൂടെ സ്വന്തമാക്കുകയാണ് ചെയ്തത്. സോ ഇവർ ബ്രിട്ടീഷുകാർ ട്രൈബൽസിന് ഒരുപാട് ലീഗൽ ഹെൽപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ഫോറസ്റ്റ് ലോസ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ദ റെക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 അനുസരിച്ച് ട്രൈബൽസിനെ ഗാർഡിയൻസ് ഓഫ് ഫോറസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ഈ ട്രൈബൽസിന് ഇന്ത്യയിൽ മിക്ക സ്റ്റേറ്റുകളിലും ഈ ഒരു റൈറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. ആൻഡ് ട്രൈബൽസിനെ സ്റ്റിൽ ഈ ഫോറസ്റ്റിൽ നിന്നും മാറ്റി നിർത്തുക തന്നെയാണ് ചെയ്യുന്നത്. ടൈഗർ റിസർവ് അതുപോലെ വൈൽഡ് ലൈഫ് ഡിസ്റ്റർബൻസ് എന്നൊക്കെ അതിൻ്റെയൊക്കെ പേരിൽ. അടുത്ത ടോപ്പിക്ക് മൈഗ്രേഷൻ ആൻഡ് ട്രൈബൽ ലാൻഡ് ഏലിയനേഷൻ. സോ ഈ ഒരു കേരള സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു സിസ്റ്റം ഓഫ് ജോയിൻറ്റ് ഫാമിലിയിലാണ് നിന്നിരുന്നത്. ആ ഒരു ജോയിൻറ്റ് ഫാമിലി മാറിയിട്ട് ന്യൂക്ലിയർ ഫാമിലിയിലോട്ട് പോയി. അതുകൊണ്ട് തന്നെ അവർ ലാൻഡും ലിറ്റിൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നു. അതുപോലെ ഈ തിരുവിതാംകൂർ റീജിയനിൽ അഗ്രികൾച്ചറിൽ ഏർപ്പെട്ടിരുന്നത് ക്രിസ്ത്യൻസും ഈഴവാസും നായേഴ്സുമായിരുന്നു.
സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് ഈ അഗ്രികൾച്ചറിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ലോക്കൽ റൂളേഴ്സ് അവർക്ക് ഹ്യൂജ് ഏരിയാസ് ഓഫ് ലാൻഡ് കൊടുത്തു. അറബ് മുസ്ലിംസ് ഇന്ത്യയിൽ വന്നതോടുകൂടി ഈ ക്രിസ്ത്യൻസ് കോസ്റ്റൽ ഏരിയാസിൽ നിന്നും മാറി കുറച്ചുകൂടെ ഹില്ലി ആയിട്ടുള്ള ഏരിയാസിലോട്ട് സെറ്റിലായി. അതുപോലെ നമ്പൂതിരീസിനും നായേഴ്സിനും ആ ഒരു അഗ്രികൾച്ചറിലുള്ള ഇൻട്രസ്റ്റ് പോയതുകൊണ്ട് തന്നെ അവർ ആ ലാൻഡ് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഈഴവാസിനും സെല്ല് ചെയ്തു. Through the labourers who came from Malabar to Tirunangur, people came to know that land was available in the Malabar region at considerably low price. So ഈ മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലോട്ട് വന്ന ആൾക്കാർക്ക് മനസ്സിലായി ഈ മലബാർ റീജിയണിൽ ലാൻഡ് ലോ പ്രൈസിലാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി. സോ തിരുവിതാംകൂറിൽ 150 to 200 റുപ്പീസാണ് ഒരു ഏക്കറിനുള്ള കോസ്റ്റ്. അതേസമയം വയനാട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഏക്കറിന് 5 അല്ലെങ്കിൽ 6 രൂപയെ വരുന്നുള്ളൂ. Through the leasing out of land in 1865, land came into the hands of private individuals in Tiruthankur. സോ 1865 ലാൻഡ് ലീസ് ഔട്ട് ആയ സമയത്ത് തിരുവിതാംകൂറിലെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ ഹാൻഡിൽ ഈ ലാൻഡ് വന്നു. മിക്കവരും ഈ തിരുവിതാംകൂറിലുള്ള ലാൻഡ് സെല്ല് ചെയ്തിട്ട് അവർ മലബാർ റീജിയനിൽ പോയിട്ട് അവിടെ പോയി 10-15 ഏക്കർ ലാൻഡൊക്കെ വാങ്ങി അവിടെ സെറ്റിൽ ചെയ്തു. ആൻഡ് ഈ ഒരു ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ട്രൈബൽ റീജിയൻസിനെ അഫക്റ്റ് ചെയ്തു. അതുപോലെ ലോസ് ആയിട്ടുള്ള കേരള ഷെഡ്യൂൾ ട്രൈബ്സ് ആക്ട് ഇതൊന്നും തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ലാൻഡ് കിട്ടാനൊക്കെ വളരെ പാടായിരുന്നു. അതുപോലെ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ലോയിനെ 1999 അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ അക്നോളജ് ഓൾ ദി ഫോഴ്സ്ഫുൾ ഓക്കുപ്പേഷൻ ഓഫ് ലാൻഡ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ദി ഇയേഴ്സ് ബിറ്റ്വീൻ 1960 and 1986. ഈ ഒരു ടൈമിൽ ഉണ്ടായ ഒരു ഫോഴ്സ്ഫുൾ ഓക്കുപ്പേഷനൊക്കെ ആ ഒരു ലാൻഡിൻ്റെ ഓക്കുപ്പേഷനൊക്കെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫ്ലോസ് ഇൻ ലാൻഡ് റിഫോം. ദി കേരള ലാൻഡ് റിഫോം ആക്ട് ഓഫ് 1869 എന്ന് പറയുന്നത് ട്രയംഫ് ഓഫ് മോഡേണിറ്റി ആൻഡ് റവല്യൂഷണറി ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ദളിത്സിനെയും ട്രൈബൽസിനെയും അവർ സൈഡ് ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ആക്ടിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് ജന്മി സിസ്റ്റം അബോളിഷ് ചെയ്യുക, അതുപോലെ ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലാൻഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. സോ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ലാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ട്രൈബൽ ഏരിയാസ് ഫോഴ്സ്ഫുള്ളി ഓക്കുപ്പൈ ചെയ്ത ആൾക്കാർക്കാണ് ഒരു ലാൻഡ് കിട്ടിയത്. എസ്റ്റേറ്റിന് പ്ലാന്റേഷന് വേണ്ടി ഒരുപാട് ഏക്കർ ലാൻഡൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഈ ഒരു ഫോറസ്റ്റുമായിട്ട് ക്ലോസ് ആയിട്ട് ജീവിച്ചിരുന്ന ട്രൈബൽസിനെ വീണ്ടും ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. ഈ അബോറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ ട്രൈബൽസോട് ദളിത്സ് അല്ലേ, സോ അവരെ ഒരിക്കലും അക്നോളജ് ചെയ്തിട്ടും ഇല്ലായിരുന്നു. ഈ ട്രൈബൽ പീപ്പിൾ ഇൻ കേരള എന്ന് പറയുന്നത് അവർ ലാൻഡ് ഏലിയനേഷനെയും പോവർട്ടിയുടെയും മാർജിനലൈസേഷൻ്റെയൊക്കെ വിക്ടിംസ് ആയിരുന്നു വർഷങ്ങളായിട്ട്. സോ ലാൻഡ്ലെസ്നെസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ ട്രൈബൽ പീപ്പിളിന് അവരുടെ ലാൻഡുമായിട്ട് വല്ലാത്തൊരു ബോണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ട്രൈബൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് തന്നെ സസ്റ്റൈനബിൾ ആൻഡ് എ ഹ്യൂമനിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ദാറ്റ് അക്സെപ്റ്റ്സ് ആൻഡ് റെസ്പെക്ട്സ് ദ ട്രൈബൽ വേ ഓഫ് ലൈഫ്. ആ ഒരു ട്രൈബൽ വേ ഓഫ് ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. Hence, a perfect mixture of participatory policy making, proper implementation of laws and policies, a sympathetic imagination, and the desire to take the tribal citizens of our nation together with the mainstream society along with this path of progress will definitely help in setting up better tribal resettlement projects in future. സോ കറക്റ്റായിട്ട് പോളിസി മേക്ക് ചെയ്ത് ലോസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതുപോലെ അവരുമായിട്ട് സിമ്പതൈസ് ചെയ്ത് ആ ഒരു ട്രൈബൽ സിറ്റിസൺസിനെ മെയിൻ സ്ട്രീം സൊസൈറ്റിയുടെ ഭാഗമായിട്ട് കൊണ്ടുപോയി അവർക്കൊരു പ്രോഗ്രസ് കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഒരു ട്രൈബൽ റീസെറ്റിൽമെൻ്റൊക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഇത്.